മെനിസ്കസ് സർജറി ചെയ്തതിന് ശേഷം വീണ്ടും മെനിസ്കസിൽ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർജറി ചെയ്തത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ടെന്ന് അറിയണ്ടേ? ഒന്നാമത്തേത് ഒബ്സർവേഷൻ വിതൗട്ട് സർജറി. സർജറി ചെയ്യാതെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക, അതായത് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുക. രണ്ടാമത്തേത് സബ് ടോട്ടൽ മെനിസെക്ടമിയാണ്, മെനിസ്കസിനെ റിമൂവ് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിസ്കസിനെ റിമൂവ് ചെയ്തതിനു ശേഷം മെനിസ്കസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. കാരണം ഒരിക്കൽ റിപ്പയർ ആയ മെനിസ്കസിന് അതേപോലെ തന്നെ ചിലപ്പം എല്ലാ സമയത്തും വീണ്ടും റിപ്പയർ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ ആ മെനിസ്കസിനെ റിമൂവ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മുഴുവനായിട്ട് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. അതിനുശേഷം മെനിസ്കസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കേണ്ടി വരും. പുതിയതായിട്ട് ഒരു ടെൻഡൻ എടുത്തതിന് ശേഷം ആ ടെൻഡനെ മെനിസ്കസിന്റെ രൂപത്തിലാക്കിയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കേണ്ടി വരും. നാലാമത്തേതാണ് റിപ്പയർ എന്ന് പറയുന്നത്. അതായത് വെച്ചിരിക്കുന്ന ഈ ടെൻഡൻ, മെനിസ്കസിന്റെ രൂപത്തിലുള്ള ടെൻഡനെ വീണ്ടും റിപ്പയർ ചെയ്ത് അതിന് ചെറിയ പ്രോസസ് ഒക്കെ ചെയ്യുക. അതിന് സോസറൈസേഷൻ എന്നൊക്കെ പറയും. സാധാരണ നമ്മുടെ കപ്പും സോസറും ഉണ്ടല്ലോ, അതിന്റെ സോസർ പോലെ ഒരു കുഴിവുള്ള പ്രതലമാക്കി മാറ്റുക. ഇതൊക്കെ കംപ്ലീറ്റ്ലി സർജിക്കൽ ടെക്നിക്കാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രം ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ 4 ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണ് ഒരിക്കൽ ടിയർ ഉണ്ടായി കഴിഞ്ഞ് മെനിസ്കസിന് വീണ്ടും ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുക. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ചെറിയ ടിയർ ഒക്കെ ആണെങ്കിൽ റിപ്പയർ ചെയ്യാനാണ് മാക്സിമം ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മെനിസ്കസ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് റിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മാക്സിമം ശ്രമിക്കുക. കാരണം ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മെനിസ്കസിനെ പ്രിസേർവ് ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളമാണോ അത്രത്തോളം പ്രിസേർവ് ചെയ്യുക തന്നെയാണ് ഒരു സർജൻ സർജറിയിലൂടെ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മെനിസ്കസിന് ഇഞ്ചുറി പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അത് കാണണം. അതിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ഒരു റീഹാബ് പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ട് കൂടുതലായിട്ട് അതിന് സ്ട്രെസ് കൊടുക്കാതെ നോക്കണം. അല്ലാണ്ട് നിങ്ങൾ കുറേ നേരത്തെ നടന്നു എന്നോ അല്ലെങ്കിൽ മുട്ട് മടക്കാൻ സാധിച്ചു എന്നോ എന്ന് പറയുന്നതല്ല സർജറിക്ക് ശേഷമുള്ള നിങ്ങളുടെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. സർജറിക്ക് ശേഷമുള്ള സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഹീലിംഗ് കൊടുത്തുകൊണ്ട് തന്നെ, അതായത് സർജറിക്ക് ശേഷം പ്രോപ്പറായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കിൽസ് ഒക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം എന്ന് പറയാം. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മെനിസ്കസ് റിപ്പയർ സർജറി ചെയ്തിരിക്കുന്ന ആളുകൾ ഈ കാര്യം അറിയാതെ പോകാൻ പാടില്ല.